അല്ലോ ഇതാര് നീ എവിടെ? എന്തോ ഉണ്ട്. വീടൊക്കെ സുഖല്ലേ? കിടിലമാണല്ലോടാ. ആണ് ഞങ്ങൾ ആക്ച്വലി ലൈക്ക് നമ്മൾ ചെറിയ രീതിയിൽ ചെറിയ തോതിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ചെറിയ വീടാണ് ഇത്. നിങ്ങൾക്ക് അറിയാം ഇതൊന്നും ഒരു അല്ലാന്ന്. തട്ടുകട സെറ്റപ്പ്. തട്ടിയുടെ സെറ്റപ്പ്, ഒരു തട്ടിക്കൂട്ടി സെറ്റപ്പ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു തട്ടിക്കൂട്ടി സെറ്റപ്പിലാണ് ഞങ്ങൾ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഹോള്, മെയിൻ ഹോള്. അസറേ, ഇതാണ് യാ, നമ്മുടെ മെയിൻ ഹോള്. ഓക്കെ, മെയിൻ ഈ ഫോൺ. സ്റ്റെപ്പ് യാ, നമ്മളിപ്പോ വെച്ചാണ്. ഈ സ്റ്റെപ്പും മേലോട്ടുള്ള സംഭവം നമ്മളിപ്പോ കിട്ട് വെച്ചാണ്. കിട്ട് അപ്പൊ കിട്ട് നമുക്ക് കിട്ട് അങ്ങോട്ട് കിട്ട്. കയറി നോക്കാം. സ്റ്റെപ്പ് കയറി, ഇതാണ് നമ്മുടെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള അലമാരി. ഇതിനകത്ത് നമ്മൾ എന്താ, ഒരു ഒരു ക്രാഫ്റ്റിംഗ് ബോക്സ് ചെസ്റ്റും വെച്ചു, ഉണ്ട്, ഒരു ക്രാഫ്റ്റ് ഒരു ബോക്സും ഉണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചു, ഒരു ചെസ്റ്റ് ഉണ്ട്, നമ്മുടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അത് വെച്ചു. പിന്നെ ഹോളിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോറും വെച്ചു. ഓക്കെ, എന്തിനാ എന്നെ അടിക്കുന്നേ സോറി, അറിയാതെ ഞാൻ കഥ പട്ടി? അടച്ച. ലൈക്ക് എന്ന് വെച്ചാൽ ഒരു ഐലൻഡ് ഉണ്ടാക്കാൻ പോകുകയാണ്. നമ്മുടെ ശരിക്കുള്ള ബേസിക് പ്ലാൻ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ തന്നെ. ഈ സ്ഥലം ഒരു ഐലൻഡ് ആക്കുക, ഐലൻഡിന്റെ അകത്ത് ഒരു വീട്, ആ Yeah, പോളി സെറ്റപ്പ്. ഓക്കെ, വീട്. ഐഡിയ കൊള്ളാം. പിന്നെ പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ പുതിയ പുതിയ ആൾക്കാർ വരുവാണെങ്കിൽ തന്നെ അവർ ഇവിടെ വരുമ്പോൾ നമ്മളെ കണ്ടിട്ട് ഞെട്ടണം. പിന്നെ അവർക്കൊരു സേഫ്റ്റി വേണം ഇവിടെ, മനസ്സിലായി? അതാണ് നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് ചെയ്യാൻ പോകുന്നത്. ആ, കിടന്നു നിനക്കോ? കിടന്നു, ഞാൻ കിടന്നു. ഞാനും കിടന്നു. ഞാനും കിടന്നു. കിടക്കടാ. ഞാൻ കിടന്നു കിടന്നു കിടന്നു. Yeah. പക്ഷേ ഓക്കെ, വാ ബെഡ്റൂമിൽ ബേസിക്കലി കിടക്കട്ടെ ഇപ്പോഴത്തേക്ക്. അല്ല വേണ്ട, ബെഡ്റൂമിൽ കൊണ്ടിടാ, വാ. ഒരു വൃത്തി വേണ്ടടാ എല്ലാത്തിനും. ഞാൻ ഇവിടെ ഒരു ഇരിക്കാം, വാ. ബെഡ്റൂമിൽ കൊണ്ടിടാനോ? ഓക്കെ. വാ വീട്ടേക്ക്. എല്ലാത്തിനും നമ്മളൊരു വൃത്തി വെക്കണം. ഓക്കെ, ഓക്കെ. വാ. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ നമ്മുടെ അലമാരി വന്നിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ എടുത്തോണം ഇതിനകത്തുനിന്ന്. അയ്യോ, സേഫ് അല്ലടാ, സേഫ് അല്ലടാ. സേഫ് അല്ലേ? എടാ, അടച്ചു വെക്ക്, അടച്ചു വെക്ക്. എനിക്കിപ്പോ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാം. ചത്താ, ഞാൻ വരുന്നു 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 വരുന്നു. എടാ, എന്തുവാടാ ഇത്? ഈ കടയ എന്തുവാടാ ഇത് ചെയ്തു വെച്ചിരിക്കുന്ന? വീടെല്ലാം നശിപ്പിച്ചല്ലോടാ. എടാ, നമുക്ക് സ്റ്റോൺ ക്രിയേറ്റ് ചെയ്യണോടാ. സ്റ്റോൺ. വാ 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 വാ. അയ്യോ, നമ്മുടെ വീടെല്ലാം പൊളിച്ചു ഗായ്സ്, നമ്മുടെ വീടെല്ലാം പൊളിച്ചു. വാ വാ വാ, സ്റ്റോൺ എടുക്കും. കൊറേ സോംബി, സോംബി. മോനെ അടക്കണേ. ഊഫ്, ജസ്റ്റ് മിസ്. എടാ, ഒരു കൊച്ചു സോംബിയടാ. ഉറങ്ങണം. വാ, അതിന് എന്ത് പിന്നെ നീ കഷ്ടപ്പാടല്ലേ. തിന്നെ ഉറങ്ങാന്ന് മാത്രമല്ല എന്റെ ലൈഫ്. ഇപ്പൊ വീട് പണിയണം, സിമെന്റ് തേക്കണം, കട്ട വെക്കണം. എനിക്ക് ആക്ച്വലി ഒരു കാര്യം അത് ചെയ്യാനുണ്ട്. നീ ഉറങ്ങിയില്ലേടാ? ഇല്ലടാ, ഞാനൊരു കാര്യം ചെയ്തോണ്ടിരിക്കുക. ഒന്ന് എന്നെ സഹായിക്കാൻ വരുന്നുണ്ടോ? കാരണല്ലേ, എനിക്ക് എവിടെ? നമുക്ക് ഈ മോൺസ്റ്റേഴ്സിന്റെ അടുത്തായണ്ട ഇൻ സേഫ്റ്റി നമ്മൾ പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ നമുക്കൊരു സേഫ്റ്റി റൂം വേണമല്ലോ. ലൈക്ക് പെട്ടെന്ന് അതിൽ കയറി ഒളിക്കാൻ വരുന്നേ. ബാക്കപ്പ് റൂം. യാ, ദാറ്റ് ഞാൻ അതൊന്ന് ടോർച്ച് സെറ്റ്. വേണ്ടടാ. ടോർച്ച് എൻ്റെ ഉണ്ട്, ടോർച്ച് എൻ്റെ ഉണ്ട്. മാറും. എന്നാ മോറിക്കോട്ട് വെച്ചേക്ക്. ഇത് ഈ കിഴത്തേക്കകത്തേക്ക് മൊത്തം. ചീത്തക്ക അത് ഞാൻ തുറന്നുകൊണ്ടിരിക്കുക. ഇതെന്റെ ഇവിടെ ആക്ച്വലി സ്റ്റോൺ അല്ലേ, ഇവിടെ നമ്മൾ സിമെന്റ് തേക്കേണ്ട കാര്യമില്ല ആക്ച്വലി, അല്ലേ? യാ, ഡോർ കുറച്ചും കൂടി. അടച്ചേക്കല്ലേടാ? നീ ഒന്ന് പോയി നോക്കിയേ. അയ്യോ, ഞാൻ തറ ഫുള്ള് സ്റ്റോൺ ആക്കി. ഇനി നമുക്ക് മണ്ടവശം കൂടെ ചെയ്യാനുണ്ട്, അത് രാവിലെ ചെയ്യാൻ പറ്റും. കാരണം രാത്രി ആയതുകൊണ്ട് അവന്മാരെങ്ങാനും വന്നു കഴിഞ്ഞാൽ നമുക്ക് അസറിന്റെ ഇതെന്തായാലും നോക്കാം, ബേസ്മെന്റ് പണി എന്തായാലും നോക്കാം. കളിയാ, നീ ഇത്ര സെറ്റ് ആക്കിയോ? പൊളി. അതുകൊണ്ടല്ലോ മോനെ സ്റ്റെപ്പ് ഉണ്ടല്ലോ അല്ലേ? യാ. കളി എന്നെ പൊളിച്ചിട്ടല്ലേ? അയ്യാ. ഞാൻ ഇവിടെ സ്റ്റെപ്പ് പണിയോടാ. ഓക്കെ ഓക്കെ, നല്ലതാണ് നല്ലതാണ്. ഞാൻ മണ്ടക്കരി ഇവിടെ നിന്ന് നമുക്കേ വെയിറ്റ് അടിയിലോട്ടാണ് വേണ്ടത്. എന്റെ ഒരു ഐഡിയ എന്താണെന്നറിയോ? ഡോർ ചെയ്യാ. വെക്കേണ്ടത് ഫ്ലോറിന്റെ മണ്ടയ്ക്കാണ്. അതായത് ആ ഡോർ തുറക്കുമ്പോൾ അടിയിലേക്കാണ് സ്റ്റെപ്പ് പോകേണ്ടത്. അതായത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഇവിടെ അറിയാൻ പാടില്ല. മനസ്സിലായി മനസ്സിലായോ? മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ഇവിടുന്ന് അവിടെ നിന്ന് ചെല്ലാൻ പറ്റണം, അങ്ങനെ രക്ഷപ്പെടാൻ പറ്റണം. മനസ്സിലായി? പണ്ടത്തെ ജർമ്മൻ വാറിലൊക്കെ ഓർമ്മയില്ലേ? യാ, ചുറ്റും അതാണ് ചുറ്റും ആക്ച്വലി. ആൾക്കാര്. എടാ, ഇത് ഞാൻ എന്റെ പാലസ് ആക്കാനാണ്. മനസ്സിലായി? നമ്മൾ ആദ്യമായിട്ട് വന്ന സ്ഥലമാടാ. സോ നമ്മൾ അതിനെ മാനിക്കണം. ലൈക്ക് നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. മനസ്സിലായില്ലേ? അത് ഞാൻ എന്തായാലും സെറ്റ് ആക്കും. അറിയാ, അങ്ങോട്ട് കുഴിച്ചു സൂക്ഷിച്ചാണ്, മറ്റേ പുറത്തങ്ങനെ ചാടിക്കഴിഞ്ഞ സീനാവും. രാവിലെ ആയി കേട്ടോ. ഒരു സ്റ്റിക്ക് തരുമോ? ആണോ? അത് കുഴപ്പമില്ല. നീ എനിക്കൊരു സ്റ്റിക്ക് തരുമോ? എടാ, സ്റ്റിക്ക് എന്റെ ഉണ്ടാ? എന്റെ ഇല്ലടാ. എന്ത് പറ്റി, വേണോ? അയ്യോ, സ്റ്റിക്ക് വേണമായിരുന്നു. മറ്റേ വുഡൻ പ്ലാങ്ക്സ് ഇല്ല നമ്മുടെ കയ്യില്. എടാ 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 മൂഞ്ചി, എടാ മൂഞ്ചി, എടാ മൂഞ്ചി. അയ്യോ എന്താ എന്താ അയ്യോ. ഓടാ ഓടാ ഓടാ. ഒന്ന് വാ. എവിടെയാടാ? നീ എവിടെ?
നീ എവിടെ? ജസ്റ്റ് കം 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 കം. എന്താണ് നീ തുറപ്പനില്ലയോ? ഓ അയ്യോ ഓ സീനടാ. എടാ എടാ എന്റെ എല്ലാ പൊന്നേ, ഇത് അയ്യോ എടാ എടാ കഴിവറവനെ എന്നെ ഞാൻ വിളിച്ചിട്ടുണ്ട്. കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സാധനങ്ങളാടാ. എടാ എടാ ശ്ശെടാ. എടാ ഞാൻ വന്നോണ്ടിരിക്കാം. വന്ന് നമ്മളെ ഏരിയ എത്തി. ഓ ശരി. വെൽക്കം ഹോം ബ്രദർ. എന്നെ ഇടിച്ച് ഒരു താങ്ക്സ്. ലൈഫ് കളഞ്ഞു. സോറി ബ്രദർ. എന്റെ സ്ഥലം എന്തേ? ഓ, ഇനി എടാ എന്റെ ഒന്നും ഇല്ലടാ. എടാ എനിക്ക് ഓ മൂഞ്ചിടാ. ഞാൻ പോയി വുഡ് ഒന്ന് സെറ്റ് ആക്കട്ടെ. എടാ എടാ വുഡ് വേണോടാ. ഏത് കഷ്ടപ്പാടിലും നമ്മൾ സെറ്റ് ചെയ്യും. എന്നാ നമുക്ക് കളക്ട് ചെയ്യാൻ പോവാം. എന്റെ സാധനങ്ങൾ അവിടെ മരിച്ചു വീണിടത്ത് കാണുമല്ലോ. ഞാൻ പോയി നോക്കട്ടെ. ഇപ്പൊ എന്റെ ഓ, സീനാവേ. നിക്ക് എടാ ഒരു സോഡ് പോലും ഇല്ലടാ കയ്യില് അടിച്ചു കൊല്ലാനായിട്ട്. കുഴപ്പമില്ല വാ. എടാ സീനാണ്. ബ്ലൂസ്. എനിക്ക് നമ്മൾ കത്തിപ്പോന്ന സൗണ്ടാണ് കേട്ടോണ്ടിരിക്കുന്നത്. നോക്കി പോണേ. ഓ ഇവന്മാര് ഫുള്ള് ഇവിടെ ഉണ്ടാ. അടക്ക്. ഇല്ല അവന്മാര് വരാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. ആര് പറഞ്ഞു? നോക്കിയേ. എന്റെ സാധനങ്ങൾ എവിടെയാണെന്നൊന്നും കണ്ടറാ. ഞാൻ എല്ലാം കണ്ട്. ഞാൻ എടുത്തിട്ട് വരാം. എന്റെ സ്കെൽട്ടൺ ഉണ്ടേ. സ്കെൽട്ടൺ ഓടിക്കോ. ദാസപ്പാ നിക്കടാ മോനെ. ഞാൻ വരട്ടെ. ഞാനൊന്ന് വരട്ടെ മോനെ. ലൈക്ക് അടച്ചിട്ട് വന്നേക്ക്. ഞാനില്ല. ഞാൻ ഈ കഥ അടയ്ക്കുന്നുണ്ടേ സോദര. ആക്ച്വലി ഞാൻ ഗ്ലാസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇപ്പൊ. നമുക്ക് ഇതുപോലത്തെ ഒരു വേൾഡില്ല നമ്മൾ ജീവിക്കണമെങ്കിൽ കൊള്ളായിരുന്നു. സ്കൂളിലും കോളേജിലും ജോലിക്കും ഒന്നും പോകണ്ടായിരുന്നു. ഇതുപോലെ പണിയൊക്കെ എടുക്കുക, മട്ടനൊക്കെ അടിച്ചിട്ട് തിന്നുക, പിന്നെ പേടിയാവുന്നു. നല്ല സ്വപ്നമല്ലടാ ഇത്. ആക്ച്വലി രക്ഷപ്പെടാനുള്ള ബങ്കറാണ് സത്യം പറഞ്ഞ. ഞാൻ ഫ്രണ്ട് ഗ്ലാസ് വെക്കുന്നുണ്ട്. ഫ്രണ്ടിന് രാവിലെയാണോ രാത്രിയാണോ അറിയാത്ത അവസ്ഥയാണ്. പിള്ളേരെ നമ്മൾ കളിക്കാൻ താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതില് പേര് വാ മക്കളെ, നമുക്ക് ഒരുമിച്ച് കളിക്കാം. ഈ ഗ്ലാസ് ഒന്ന് പൊട്ടിക്കോടെ. ഞാൻ എന്താണ് ഇവിടെ വരുന്നത്? എനിക്കറിയില്ല. ഞാൻ എന്റെ അവിടെ നടക്കുന്ന കഥ അടക്കി. ഹലോ തിരിച്ചു വന്നു. എടാ സംഭവം എന്ന് വെച്ചാൽ ഫർണീസ് എവിടെയാണ്? ഞാൻ കുക്ക് ചെയ്യാം. എന്റെ സാധനം കണ്ട് ഇവിടെ ചിക്കനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കറിയില്ല. സോറി. ഓക്കെ കുക്ക് ചെയ്യട്ടെ. ഓക്കെ എടാ പോർക്കാണ്. ഇന്ന് പോർക്ക് ഇറച്ചി കഴിക്കാന്ന് വിചാരിച്ചു. പോർക്ക് കഴിക്കാം. പോർക്ക് കുക്ക് ചെയ്യട്ടെ. വെയിറ്റ് ഉള്ളല്ലേ കഴിക്കാൻ പറ്റുള്ളൂ നമുക്ക്. എന്നാ ഞാനിനി നിനക്ക് തന്നില്ലെന്നുണ്ടോ? എടുത്ത് കഴിക്കുന്ന ഒന്ന് വന്ന് കഴിക്കുവോ പ്ലീസ്? അടുത്ത ഉണ്ടാക്കട്ടെ. ഞാൻ കഴിക്കട്ടെ. വിശക്കുന്നു. എന്താ കഴിക്കാൻ പറ്റാത്തത്? എടാ അത് നെക്കി പിടിക്കണോടാ. കണ്ടില്ലേ കഴിക്കുന്നത്? നെക്കി പിടിച്ച് പറ്റുന്നില്ലടാ. ഈ ബങ്കർ ഉണ്ടാക്കിയിട്ടുണ്ട്. ബങ്കർ എന്ന് പറഞ്ഞാൽ എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് ഇതുവഴി എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് ബങ്കർ. അപ്പൊ ഇതുവഴി നമുക്ക് സോംബി വീട്ടിനകത്തുണ്ട്. ചെറുക്കെല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല. മോനെ ഞാനെല്ലാം പൊളിച്ച് ഇതാക്കി വെച്ചേക്കുവാണ്. ഞാൻ പൊളിച്ച് വെച്ചേക്കാം. നീ കേറി വാ. ഞാൻ സോംബിയെ കൊന്ന്. ഞാൻ വരുന്നു. ഇതൊന്ന് തുറന്നു തരുവോ? തുറന്നു. സിമെന്റിനൊക്കെ വിലയാ ഭയങ്കര. എനിക്ക് കാരണം ഞാൻ ചത്തപ്പോ ഞാൻ വേറെ ഇവിടെയാണ് വന്നത്. ഞാൻ കിടന്ന് ഉറങ്ങട്ടെ. ഞാൻ ഇനിയും തൊട്ട് ഇവിടെ ആയിരിക്കും പിന്നെയും സെറ്റായി വരുന്നത്.
ഇപ്പൊ നമ്മൾ ഇത്രയും ഇനിയിപ്പോ അടുത്ത എന്തൊക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് ഇനി പുതിയ ആൾക്കാരെയും ക്യാരക്ടേഴ്സിനൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. അറിയുള്ളൂ. Yeah. യാ സോ അതുവരെ സൈനിങ് ഓഫ്.